ശ്രേഷ്ഠനായ അദ്ദേഹം ദേവപദമണഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ പുത്രനും ആധ്യാത്മിക രംഗത്തെ സൂര്യ തേജസ്സുമായ സർവാധരണീയൻ ശ്രീ ജയകൃഷ്ണൻ മാസ്റ്റർ ആചാര്യനായിക്കൊണ്ടും അദ്ദേഹത്തിന്റെ അനന്തരവൻ ശ്രീ മുരളീധരൻ മാസ്റ്റർ പൗരാണികനായും കൊണ്ടാണ് ഇപ്പോൾ ഭാഗവത യജ്ഞം ഈ സവിധത്തിൽ നടത്തിവരുന്നത്. എല്ലാ വർഷവും ഈ സന്നിധിയിൽ ഇത്തരത്തിലുള്ള മഹൽ കർമ്മങ്ങൾ നടന്നു വരുന്നുണ്ട്. വിവിധ പുരാണങ്ങൾ വിവിധ ആചാര്യമുഖത്ത് നിന്ന് നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സംഘാടനത്തിന്റെ മികവ് കൊണ്ടും മാത്രമല്ല ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും വേദിയിലെ ചടങ്ങുകളുടെ വൈവിധ്യം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ഒക്കെ ഇത് ഉത്തരോത്തരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പാടി എന്ന വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക ഈ നാഗരാജ ക്ഷേത്രത്തെയാണ്. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതോ ഒരു ഗുരുവരൻ തപസ് ചെയ്ത് ആ പാമ്പുകൾ നൃത്തമാടുന്ന ശൈവ ഒരു രൂപം തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. സാക്ഷാൽ ശിവഭഗവാന്റെ ഹാരമായ ആഭരണമായ നാഗങ്ങൾ സുലഭമായുള്ള ഈ പ്രദേശത്ത് അത്യത്ഭുതമായി ഇന്നും നിലനിൽക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഈ പാമ്പാടി നാഗരാജാക്ഷേത്രം. ഈ മഹായജ്ഞങ്ങൾ നടത്തുന്നതിനുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ലഭ്യത അപൂർവമായിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. കൂടാതെ മൂലഗ്രന്ഥങ്ങൾ കിട്ടാനില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. സ്കന്ദപുരാണ പാരായണ യജ്ഞത്തിനു വേണ്ടി ബനാറസിൽ നിന്നാണ് ശ്രീ പാമ്പാടി പാമ്പുംകാവിങ്കിലേക്ക് 8 വാള്യങ്ങളിലായുള്ള യഥാർത്ഥ സംസ്കൃത സ്കന്ദപുരാണ ഗ്രന്ഥം സംഘടിപ്പിച്ചത്. പാമ്പാടി ശ്രീ പാമ്പുംകാവിലെ വിശേഷ പൂജകളിൽ പ്രധാനമായതാണ് 2 മാസത്തിലൊരിക്കൽ എല്ലാ ഭക്തജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാഗരാജ സന്നിധി വക നടത്തുന്ന കൂട്ടായ സർപ്പബലി മഹായജ്ഞവും മഹാപായസഹോമവും. സർപ്പസ്ഥാനം നശിപ്പിക്കുകയോ സർപ്പഹിംസ നടത്തുകയോ അശുദ്ധമാക്കുകയോ കാരണം സർപ്പശാപമേറ്റുവാങ്ങിയവർക്ക് സർപ്പശാപത്തിൽ നിന്നും മോചനം നേടുവാൻ പായസഹോമം ഗുണപ്രദമാണ്. സന്താനങ്ങൾക്കും സമ്പത്തിനുമാണ് നാഗഗണങ്ങളെ ആരാധിക്കുന്നത്. ആയതിനാൽ നാഗങ്ങളെ അവഗണിക്കുന്നത് ദോഷം ചെയ്യുന്നു. അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അധപ്പതനങ്ങളിലേക്ക് നയിച്ച് കുടുംബം ശിഥിലമാക്കുന്നതിനും നാഗങ്ങൾ കാരണമാകുന്നു. നാഗദൈവങ്ങളെ സംപ്രീതരാക്കുവാൻ ഏറ്റവും ഉത്തമമായ പൂജയാണ് സർപ്പബലി. സർപ്പബലി നടത്തുമ്പോൾ 64 കോടി സർപ്പദൈവങ്ങളും ശ്രീ മഹാ അനന്തനും വാസുകിയും നാഗയക്ഷിയും സന്തോഷവാന്മാരാകുന്നു. സർപ്പബലി സമയത്ത് ഭക്തർ അപേക്ഷിക്കുന്നതെന്തും സാക്ഷാത്കരിച്ചു തരും എന്നാണ് വിശ്വാസം. സർപ്പബലി തൊഴുത് അനുഗ്രഹം വാങ്ങുന്നത് വളരെ ശ്രേഷ്ഠവുമാണ്. വളരെയേറെ ശ്രദ്ധ വേണ്ടുന്നതായ ഈ പൂജാവിധി ഐശ്വര്യദായകമാണ്. നാടിൻ്റെയും വ്യക്തികുടുംബ സമൂഹങ്ങളുടെയും നാൾക്കുനാൾ ചൈതന്യവത്തായി നിലകൊണ്ടിടുന്ന ഈ നാഗസവിധത്തിൻ്റെയും സമ്പൂർണവും സമഗ്രവുമായ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി ഇവിടെ നടത്തിവരുന്ന കൂട്ടായ സർപ്പബലിയിലും പായസഹോമത്തിലും ഭക്തർക്ക് 1 പങ്ക്, അരപ്പങ്ക് എന്ന രീതിയിൽ വഴിപാട് ചെയ്യാവുന്നതാണ്. വഴിപാട് സമർപ്പിക്കുന്ന ഭക്തന്മാരുടെ പേരും നക്ഷത്രവും മുൻകൂട്ടി അറിയിക്കുന്നത് വളരെ സൗകര്യപ്രദമായിരിക്കും എന്ന് ഇത്തരുണത്തിൽ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് മഹാസർപ്പബലി ആരംഭിക്കുന്നത്. സർപ്പബലി, പായസഹോമം എന്നീ ദർശനത്തിനെത്തിയ എല്ലാ ഭക്തർക്കും യജ്ഞത്തിൽ അവശേഷിച്ച നെയ്യും നിവേദ്യങ്ങളും കവുങ്ങിൻ പൂവും യജ്ഞപ്രസാദമായി നൽകും. ഏകദേശം 7 മണിയോടുകൂടി യജ്ഞം സമാപിച്ച്
8 മണിയോടുകൂടി പ്രസാദ വിതരണം നടക്കും. നാഗരാജാവിന് ചാർത്തിയ കവുങ്ങൻ പൂവ്, മാല എന്നിവ സ്വീകരിക്കുന്ന ഭക്തർ അവ ഭവനങ്ങളിൽ മുൻഭാഗത്തോ ഉയരം കൂടിയ സ്ഥലത്തോ ചാർത്തി വയ്ക്കുകയാണ് ഉത്തമം. അശുദ്ധമാകാതിരിക്കുക എന്നതാണ് ആയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഉണങ്ങിക്കൊഴിയുന്നതുവരെ തൽസ്ഥാനങ്ങളിൽ അവ സൂക്ഷിക്കുന്നത് വളരെയധികം ശ്രേയസ്കരമാണ്. ഉണങ്ങിക്കൊഴിയുമ്പോൾ അവ ഒഴിവാക്കുന്നതും അശുദ്ധമാകും വിധത്തിലാകാതെ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ നെയ്യ്, മഞ്ഞൾ, ഭസ്മം എന്നിവയും ഭവനങ്ങളിൽ സൂക്ഷിക്കുന്ന സ്ഥലവും ഉപയോഗിക്കുന്ന സമയവും വളരെ ശുദ്ധമായിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ ദേവതകൾക്കും സർപ്പങ്ങൾ ഭൂഷണമാകയാൽ പ്രപഞ്ചത്തിൽ നാഗങ്ങൾക്കാണ് അത്യധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി മാത്രം ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്താൽ മാത്രമേ നാഗരാജാക്കന്മാർ നമ്മിൽ പ്രസാദിക്കുകയുള്ളൂ. ഒരു ഭക്തന് തനിച്ച് സർപ്പബലി, പായസഹോമം എന്നീ പൂജകൾ നടത്തണമെങ്കിൽ 15 ദിവസം മുൻപെങ്കിലും അവരുടെ പേര് നാഗസമിതത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് സൗകര്യപ്രദമാകും എന്നുകൂടി ഭക്തരെ ഈ വേളയിൽ അറിയിക്കുകയാണ്. ആയില്യം നാളിൽ അല്ലാതെ ഭക്തർക്ക് അവരുടെ സ്വന്തം നക്ഷത്രത്തിലോ ഇഷ്ടമുള്ള മറ്റു നക്ഷത്രങ്ങളിലോ പ്രത്യേകമായ ആയില്യപൂജ നടത്താവുന്നതാണ്. ഇപ്രകാരം ആയില്യം നാളിൽ അല്ലാതെ നടത്തുന്ന ആയില്യപൂജയാണ് പ്രത്യേക ആയില്യപൂജ എന്നറിയപ്പെടുന്നത്. ആദരണീയ ഭക്തജനങ്ങൾ പ്രത്യേക ആയില്യപൂജ നടത്തുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അക്കാര്യം പേരും നക്ഷത്രവും സഹിതം 5 ദിവസം മുൻപെങ്കിലും ശ്രീ പാമ്പുംകാവിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥനയോടെ അറിയിക്കുന്നു. വെള്ളനിവേദ്യം, പാൽപ്പായസം, കഠിന നെയ്പായസം, ത്രിമധുരം, അപ്പം, അവിൽ കുഴച്ചത്, ചതുശ്ശത നിവേദ്യം, കദളിപ്പഴ നിവേദ്യം എന്നിവയാണ് ഇവിടുന്ന് ഭക്തർക്കായി നിത്യവും നൽകി വരുന്ന അഷ്ടനിവേദ്യങ്ങൾ. വഴിപാടുകളുടെ അടിസ്ഥാനത്തിലോ നിവേദ്യം വഴിപാട് ചെയ്തവർക്കും മാത്രമോ അല്ലാതെ ഒരു ഭവനത്തിൽ നിന്ന് ഒരാൾക്ക് എന്ന രീതിയിൽ ഈ സവിധത്തിൽ എത്തുന്നവർക്കെല്ലാം നിത്യവും നിവേദ്യങ്ങൾ പകരുന്ന പാവനമായ ഈ സ്ഥാനത്ത് ഉത്സവ ദിനങ്ങളിൽ മാത്രം വഴിപാട് കൗണ്ടറിൽ വഴിപാടുകൾ ഷീട്ടാക്കിയതിനു ശേഷം പ്രസാദ കൗണ്ടറിലൂടെ നിവേദ്യം സ്വീകരിക്കാവുന്നതാണ് എന്നൊരു പ്രത്യേക വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ക്ഷേത്ര ദർശനത്തിന്റെ ഫലപ്രാപ്തി പൂർണ്ണമാകുന്നത് വഴിപാടുകൾ സമർപ്പിക്കുമ്പോഴാണ്. ഭക്തനും ദേവചൈതന്യങ്ങളും തമ്മിൽ പരമാത്മഹിതമായ ഒരു ബന്ധം അദൃശ്യവും അതിസൂക്ഷ്മവുമായി സൃഷ്ടിക്കപ്പെടുന്നതും വഴിപാട് സമർപ്പണത്തിലൂടെയാണ്. നാഗദൈവങ്ങൾക്കുള്ള പ്രത്യേക വഴിപാടാണ് വെള്ളരി. ഉണങ്ങലരി, നാളികേരം എന്നിവ സഹിതം ഭഗവാന് സമർപ്പിക്കുന്നു. നിവേദ്യങ്ങളോടെ പത്മമിട്ട് പൂജ നടത്തുമ്പോഴാണ് വെള്ളരി പൂർണ്ണമാകുന്നത്. മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, പശുവിൻ പാൽ, കരിക്കിൻ വെള്ളം എന്നിവ ചേർന്ന മിശ്രിതമാണ് നൂറും പാൽ. ഇത് നാഗങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അമൃതിന് തുല്യവുമാണ്. നിത്യപൂജയിൽ ഓരോരുത്തരുടെയും നക്ഷത്രത്തിൽ ഒരു സർപ്പരൂപം വെച്ച് നടത്തുന്നതാണ് സർപ്പരൂപ പൂജ. നാഗദൈവങ്ങളുടെ പ്രധാന നക്ഷത്രമാണ് ആയില്യം. ഈ നാളിൽ നടത്തുന്ന പ്രധാന പൂജയാണ് ആയില്യ പൂജ. ഒരു വർഷത്തിൽ 3 തവണ മുടങ്ങാതെ ആയില്യപൂജ നടത്തുന്നത് സർവ്വ ഐശ്വര്യത്തിനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും വളരെ ഗുണപ്രദമാണ്. സർപ്പദോഷ പരിഹാരമായി ഓരോ ദിവസവും നടത്തുന്ന വഴിപാടിന്റെ സമാപന പൂജ അതാതു മാസത്തെ ആയില്യം നാളിലാണ്. കൂടാതെ നെയ്വിളക്ക്, എണ്ണവിളക്ക് എന്നിവയും ഭഗവത് സേവ, പുഷ്പാഞ്ജലി, കലഹനിവൃത്തിക്കായുള്ള ഐക്യമത്യ സൂക്തം, ഐശ്വര്യത്തിനുള്ള ശ്രീസൂക്തം, ഭാഗ്യലബ്ധിക്ക് വേണ്ടിയുള്ള ഭാഗ്യസൂക്തം, വിദ്യാലാഭത്തിന് സാരസ്വത സൂക്തം, വിവാഹ തടസ്സം നീങ്ങിയിടുവാനായി സ്വയംവര സൂക്തം, സൽസന്താന ലബ്ധിക്ക് സന്താന സൂക്തം, രോഗനിവാരണത്തിന് സൗരസൂക്തം, ദുരിത നിവാരണത്തിന് രുദ്രസൂക്തം, ശിവസഹസ്രനാമാർച്ചന എന്നീ വഴിപാടുകളുടെ കൂട്ടത്തിൽ ഒരു ദിവസത്തെ പൂജ, ഗണപതിക്ക് ഒറ്റ, കണ്ണ്, കയ്യ്, കാൽ, മുഴ, ആൾരൂപം ഇവ എടുത്തുവയ്ക്കൽ, തൊട്ടി, കുട്ടി എടുത്തുവയ്ക്കൽ, വിളക്ക് എടുത്തുവയ്ക്കൽ എന്നിവയും വഴിപാടുകളായി ഭക്തർക്ക് സമർപ്പിക്കാം. പിന്നെ മഹത്തരമായ അന്നദാനവും ചോറൂണ്, നാഗസൂക്തം എന്നിവയും വളരെ വിശേഷാൽ വഴിപാടുകളായി ഇവിടെ സമർപ്പിക്കാവുന്നതാണ്. നിറപറ സമർപ്പണം ഈ മഹാസന്നിധിയിലെ മറ്റൊരു വഴിപാട് സമർപ്പണമാണ്. നാഗപ്രീതിക്കും മംഗല്യഭാഗ്യത്തിനും ഭക്തർ ഇവിടെ മഞ്ഞൾപ്പറ വഴിപാട് ചെയ്യുന്നു.
ഐശ്വര്യലബ്ധിക്കായി നെൽപ്പറ വഴിപാട് ചെയ്യുമ്പോൾ അന്നസമൃദ്ധിക്ക് വേണ്ടി ഭക്തർ ഇവിടെ അരിപ്പറ സമർപ്പണം ചെയ്യുന്നു. സർവ്വരോഗനിവാരണാർത്ഥം മലർപ്പറ വഴിപാട് നടത്തിവരുന്നു ഭക്തരിവിടെ. അവിൽപ്പറ തിരുമുന്നിൽ സമർപ്പിച്ച് ദാരിദ്ര്യ ശമനം കാംക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തരെയും നമുക്കിവിടെ കാണാം. ശത്രുദോഷത്താൽ ദുഃഖിക്കുന്നവർ ഇവിടെ ശർക്കരപ്പറ സമർപ്പണം ചെയ്ത് മുക്തി നേടുന്നു. ശുഭകാര്യസിദ്ധി കൈവരുവാൻ പഴപ്പറയും സത്കീർത്തിക്കും വിദ്യയ്ക്കും പുഷ്പപ്പറയും വഴിപാടുകളായി നടത്താവുന്നതാണ്. ധനാഭിവൃദ്ധിക്കായി നാണയപ്പറ വെച്ച് പ്രാർത്ഥിക്കുന്നതും ഇവിടെ പ്രധാനമാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധി, ശനിദോഷ നിവാരണം, സത്സന്താനലബ്ധി, വിഘ്ന നിവാരണം എന്നിവ കാംക്ഷിച്ചെത്തുന്ന ഭക്തർ യഥാക്രമം അപ്പം, എള്ള്, പഞ്ചസാര, നാളികേരം എന്നിവ കൊണ്ട് നിറപറ സമർപ്പിച്ച് പ്രാർത്ഥിച്ചീടിൽ ക്ഷിപ്രഫലം സാധ്യമാകും. ഋതുരാജാവായ വസന്തത്തിന്റെ വരവറിയിക്കുന്ന മലയാള മാസമാണ് മേടമാസം. ചിത്തിരമാസമെന്നും മേടത്തെ വിശേഷണാർത്ഥം വിളിക്കാറുണ്ട്. പകലും രാത്രിയും തുല്യമാകുന്നതും മേടത്തിന്റെ പ്രത്യേകതയാകുന്നു. വിഷുവം അഥവാ വിഷുവത്ത് എന്നാണ് രാത്രിയും പകലും തുല്യമാകുന്നതിന് പറയുന്ന പേര്. മീനസൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് വിഷു. ഹൈന്ദവർക്കിടയിൽ വിഷു എന്നത് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നിറവാർന്ന ദിനമാണ്. പുതുവർഷം എന്ന അർത്ഥത്തിലും മേടവിഷുവിനെ എതിരേൽക്കാറുണ്ട്. പാമ്പാടി ശ്രീ പാമ്പുംകാവിൽ വിഷുവത്തെ വളരെയധികം ആത്മീയത കലർന്ന ആചരണത്തോടു കൂടിയാണ് വരവേൽക്കുന്നത്. ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശിവസ്ഥാനുർഭൂതാനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിതനോ ധാതാ വിധാധാദുരുത്തമ അപ്രമേയോ ഋഷീകേശ പത്മനാഭോ അമരപ്രഭു വിശ്വകർമാമനുസ്തുഷ്ടാസ്തവിഷ്ടസ്തവിരോ ധ്രുവ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർദന പ്രഭൂത സ്ത്രീഗുപ്താത്മാ പവിത്രം മംഗളം പരം ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീധന്യീ മേധാവി വിക്രമക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞക്രിരാത്മവാൻ. മേടമൊന്നിന് ഈ നാഗസവിധത്തിൽ വിഷുക്കണി ഒരുക്കാറുണ്ട്. പവിത്രമായ ഓട്ടുരുളിയിൽ സമൃദ്ധിയുടെ അടയാളങ്ങളായി ഫലമൂലാദികളും വാൽക്കണ്ണാടി, പവിത്രമോതിരം, കോടിവസ്ത്രം, ദ്രവ്യങ്ങൾ, കാർഷിക വിഭവങ്ങൾ എന്നിവയും എല്ലാം അറിയുന്ന ഭഗവത് സാന്നിധ്യത്തിൽ ഒരുക്കിവെച്ച് ഭക്തർക്ക് നൽക്കണിക്കായി സൗകര്യപ്പെടുത്തുന്നു. പുലർച്ചയ്ക്ക് മേൽശാന്തി ഭഗവത് സന്നിധിയിലെത്തി നാഗരാജാവിനും സപരിവാര മൂർത്തികൾക്കും സകല ചൈതന്യങ്ങൾക്കും വിഷുക്കണി കാണിക്കുന്നു. ഈ സമയം പൂർണ്ണസ്വരൂപനായ നാഗരാജാവിനെ തൊഴാനും മുത്തശ്ശിയിൽ നിന്നും വിഷുക്കൈനീട്ടം സ്വീകരിക്കാനുമായി അനേകം ഭക്തമക്കൾ അകത്തളത്തിലെത്തി അകതാരിൽ പ്രാർത്ഥനകളോടെ നിലകൊള്ളും. ശ്രീലകത്തിനു മുന്നിൽ നിത്യശ്രീ എഴുന്ന മുത്തശ്ശിയും ഉണ്ടായിരിക്കും. അമ്മ തരുന്നതെന്തും അമൃതായിരിക്കും എന്ന മഹാവാക്യത്തെ അന്വർത്ഥമാക്കും വിധം ആയിരങ്ങൾ വന്ന് അമ്മയ്ക്കു മുന്നിൽ ശിരസ് നമിക്കുമ്പോൾ ആ പാണീതലങ്ങൾ നമ്ര ശിരസുകളിൽ സ്പർശിച്ച് അനുഗ്രഹം ചൊരിയുമ്പോൾ ഓരോ ഭക്തമനസ്സും തരളിതമാകും. പിന്നെ സാവധാനം കൈവെള്ളയിൽ ഒരു കൈക്കുമ്പിൾ വെള്ളിക്കാശുകൾ ഇട്ടുതരും ആ മാതൃദേവത. എല്ലാം സമർപ്പണം മാത്രം. നമസ്തേ നമസ്തേ സദാ നാഗരാജ സമസ്ത പ്രപഞ്ചാധിനാഥാംഗഹാര നമസ്തേ സുവർണാംഗരത്നോത്തമാംഗ നമസ്തേ സുശീതാംഗ നിത്യം ഭുജംഗ നമസ്തേ നമസ്തേ സദാ നാഗരാജ സമസ്ത പ്രപഞ്ചാധിനാഥാംഗഹാര നമസ്തേ സുവർണാംഗരത്നോത്തമാംഗ നമസ്തേ സുശീതാംഗ നിത്യം ഭുജംഗ. ഭദ്രം കരോതു മേ സൗഖ്യം കരോതു മേ ക്ഷിപ്രം പ്രസീദ മേ സർവപ്രഭോ സദാ ഭദ്രം കരോതു മേ സൗഖ്യം കരോതു മേ ക്ഷിപ്രം പ്രസീദ മേ സർവപ്രഭോ സദാ.
മാതൃപാദങ്ങളിൽ തൊട്ടു നമസ്കരിച്ച് നടയിറങ്ങുന്ന ഏതൊരു ഭക്തന്റെയും അകം നിറയെ വിഷുക്കണി വൈഭവം വന്നു നിറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതിയാണ്. മൗനമായി ഓരോ മനസ്സും അക്ഷണം മന്ത്രിക്കും മാതൃദേവോ ഭവ. പ്രായോഗിക ധർമ്മശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന രാമായണം എന്ന ആദികാവ്യത്തിലെ സന്ദേശങ്ങളെ കർക്കിടകമെന്ന പുണ്യമാസത്തിൽ പാരായണം ചെയ്ത് ഭക്തരിലെത്തിക്കുന്ന മഹനീയ കർത്തവ്യം ഈ മഹാസന്നിധി സംവത്സരങ്ങളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദതാരാമൃതപാരിജാതം മനുഷ്യപത്നേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഈശ്വര ചൈതന്യത്തെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന്റെ ബന്ധങ്ങളും ബന്ധനങ്ങളും അനുഭവിച്ചു കാണിച്ചു കൊടുത്ത് അതിലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിത ദൗത്യം നിർവഹിക്കേണ്ടത് എങ്ങനെയെന്ന് ജീവിച്ചു കാണിച്ചു കൊടുക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ജീവിത സന്ദേശത്തെ പാരായണ വ്യാഖ്യാന സഹിതം ഭക്തർക്ക് ഗ്രാഹ്യമാക്കി കൊടുക്കുകയാണ് രാമായണ മാസാചരണത്തിന്റെ ലക്ഷ്യം. രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുള്ളു ഉറച്ചുകൊൾ, പിന്നെ അയോധ്യയെ എന്നോർത്തിടവിയേ. കർക്കിടക വാവു കഴിഞ്ഞെത്തുന്ന ആദ്യ ഞായറാഴ്ച പാമ്പാടി ശ്രീ പാമ്പുംകാവിനെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധിയുടെ ഇല്ലം നിറ ആചരിക്കുന്ന ദിനമാണ്. തുള്ളിക്കൊരു കുടം പേമാരി ചൊരിയുന്ന കള്ള കർക്കിടകത്തിന്റെ വറുതിയിൽ പൊറുതിമുട്ടുന്നവർക്ക് പുണ്യം വർഷിക്കുന്ന ആചരണമാണ് നാഗസവിധത്തിൽ അനുഷ്ഠിക്കുന്ന ഇല്ലം നിറ. ആചാരസമ്പന്നമാണ് ഇവിടുത്തെ നിറയുത്സവം. ക്ഷേത്രമതിൽക്കെട്ടിനു പുറത്ത് കിഴക്ക് ദിക്കിലായി പ്രത്യേകം തയ്യാറാക്കിയ നിറവല്ലങ്ങളിൽ നെൽക്കതിർ കറ്റകൾ ശേഖരിച്ച് അവയെ ഭൂതയജ്ഞത്തിന്റെ പവിത്രതയെ ഓർമ്മിപ്പിക്കും വിധം അരിമാവ് കൊണ്ട് അണിയിച്ചൊരുക്കിയ കളത്തിന്മേൽ നിറദീപം ജ്വലനം ചെയ്യുന്ന നിലവിളക്കിനു മുന്നിൽ വെച്ച് ശംഖനാഥത്തിന്റെയും കുത്തുവിളക്കിന്റെയും ചെണ്ട വലംതലയുടെയും അകമ്പടിയോടുകൂടി ശ്രീലകത്തു നിന്നും തൊഴുതുവരുന്ന ക്ഷേത്ര ഊരാളന്മാരും മേൽശാന്തിമാരും സഹശാന്തിക്കാരും ചേർന്ന് നെൽക്കതിർക്കറ്റകൾ ഭക്തിയുടെ നിറവാർന്ന അന്തരീക്ഷത്തിൽ അനേകം ഭക്തമനസ്സുകളുടെ നിറസാന്നിധ്യത്തിൽ ശിരസിലേറ്റി അത്യധികം ശ്രേഷ്ഠതയോടുകൂടി നാഗസവിധം വലം വയ്ക്കുന്നു. നാമസങ്കീർത്തനങ്ങൾ ഒരു പെരുമഴയായി പെയ്തിറങ്ങുന്ന മുഹൂർത്തമാണ് പ്രദക്ഷിണവേള. नागराज पाहि मां तव पादपद्ममाश्रये श्रितजनप्रिय व्याधिनिग्रह पाम्बुं काविन् पुण्यमे. നാഗരാജ പാഹി മാം തവ പാദപദ്മമാശ്രയേ ശ്രുതജനപ്രിയ വ്യാധിനിഗ്രഹ പാമ്പും കാവിൻ പുണ്യമേ. പ്രദക്ഷിണം കഴിഞ്ഞ് ശ്രീലകത്തിനു മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിങ്കിലേക്ക് നിറവല്ലങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്ന് മേൽശാന്തി നെൽക്കതിരുകളിൽ മഹാലക്ഷ്മി പൂജ നടത്തുന്ന പാവനമായ ചടങ്ങ് ആരംഭിക്കും. സമ്പത്തിന്റെ അതിദേവതയായ ശ്രീ മഹാലക്ഷ്മിയെ ആവാഹിച്ചുള്ള പൂജയാൽ ദേവീ ചൈതന്യം നിറഞ്ഞവയായി കറ്റക്കതിരുകൾ പരിണമിക്കും. നാഗരാജ ശ്രീകോവിൽ ദർശനം പുണ്യമായി നറുമലർ തിരുവുടലഴകിൽ അർപ്പിച്ചാൽ മോക്ഷമായി മുക്തിയേകും നാഗരാജ ശ്രീകോവിൽ ദർശനം പുണ്യമായി. നാഗരാജ പാഹി മാം തവ പാദപദ്മമാശ്രയേ ശ്രുതജനപ്രിയ വ്യാധിനിഗ്രഹ പാമ്പും കാവിൻ പുണ്യമേ.
ലക്ഷ്മി പൂജ കഴിഞ്ഞ് ചൈതന്യവത്താക്കിയ കതിരുകളിൽ ഒരു കതിർക്കറ്റ പട്ടിൽ പൊതിഞ്ഞ് നാഗരാജാവിന് സമർപ്പിക്കുന്നു. അതിനുശേഷം തിടപ്പള്ളിയിലും കലവറയിലും കതിരുകൾ നിറയ്ക്കും. ഞങ്ങൾ തൻ ദുഃഖഭാരം തുകൊള്ളുവാനൊരു വഴി ഭവനായുഗ വന്ദിക്കാൻ നിത്യവും നീ കനിയുക മഹിയാർന്നുള്ള പാമ്പാടിമേവും സൗന്ദര്യാകാരമൂർത്തെ ഫണിനിവഹ മഹാപുണ്യമേ കൈതൊഴുന്നേ ഫണിനിവഹ മഹാപുണ്യമേ കൈതൊഴുന്നേ ഫണിനിവഹ മഹാപുണ്യമേ. സകല ദേവചൈതന്യങ്ങളോടും സപരിവാര ദേവതകളോടും പ്രാർത്ഥിച്ച് ഊരാളസ്ഥാനിയായ മുത്തശ്ശിയുടെ പാദങ്ങളിൽ സർവ്വദുഃഖങ്ങളും സമർപ്പിച്ച് ആ പാണീതലങ്ങൾ കൊണ്ട് ശിരസ് തലോടും നേരം അറിയാതെ അകം നീറുന്നതും കണ്ണുകൾ സജലങ്ങളാകുന്നതും സത്യം. ലക്ഷ്മി ചൈതന്യം നിറഞ്ഞ കതിർപ്രസാദം നാഗരാജാവിനെ അന്നേ ദിവസം തൊഴാനെത്തുന്ന എല്ലാ ഭക്തർക്കും വിതരണം ചെയ്യും. ഒരു വർഷത്തെ സമൃദ്ധിയുടെ പ്രതീകങ്ങളായി അവ അനേകം ഭവനങ്ങളിൽ പാമ്പുംകാവിന്റെ പ്രതിരൂപം കണക്കെ ആ കതിർപ്രസാദങ്ങൾ വിരാജിക്കും. നിറവിന്റെ നിർമ്മലത കളിയാടുന്ന ചിങ്ങമാസത്തിലെ 1-ാം ഓണനാളാകുന്ന ഉത്രാട ദിനത്തിൽ നാഗരാജാവിന് കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നതായ വിശിഷ്ട ചടങ്ങ് ആത്മീയതയുടെ ആഭരണമണിഞ്ഞ് ഭൗതിക ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി അനുവർത്തിക്കപ്പെടുന്നൊരാചരണമാണ്. കൂടാതെ നമുക്ക് പ്രകൃതീശ്വരി കനിഞ്ഞു നൽകുന്നതെന്തും ആ തിരുമുമ്പിൽ സമർപ്പിച്ച് കൃതജ്ഞത പ്രകാശിപ്പിച്ച് അനന്തരം അവ അനുഭവിക്കുക എന്ന പരമമായ ഭാരതീയ സങ്കല്പത്തെ ഉയർത്തിക്കാട്ടുക കൂടിയാണ് ഈ നാഗത്തറവാട് ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നാഗദേവന് സമർപ്പിച്ച പരിപൂർണ ലക്ഷണമൊത്ത നേന്ത്രക്കുലകൾ പൂജിച്ചെടുത്ത ശേഷം തിരുവോണനാളിൽ പ്രഭാത പൂജ തൊഴാനെത്തുന്ന എല്ലാ ഭക്തർക്കും ഏത്തപ്പഴ പ്രസാദം ഓണപ്രസാദമായി ഇവിടുന്ന് നൽകി വരുന്നു എന്നത് അത്യധികം വിശേഷപരമായ ഒരു കർത്തവ്യമാണ്. മാസങ്ങളിൽ ദൈവീകത നിറഞ്ഞതായ കന്നിമാസത്തിൽ ഈ നാഗസങ്കേതത്തിൽ മഹാലയ അമാവാസ്യയ്ക്ക് അടുത്ത ദിവസം പ്രതിപദം മുതൽ നവമി വരെ ശാരദാ നവരാത്രി വ്രതം ആചരിക്കുന്നു. നാഗരാജാവിനോടൊത്ത് അധിവാസം ചെയ്യുന്ന ശക്തി സ്വരൂപിണിയാകുന്ന ശ്രീ പാർവതി ദേവിക്ക് ത്രിവിധ ഭാവങ്ങളിലായി നവരാത്രികളിൽ ആരാധന സമർപ്പിക്കുന്നു. മഹത്തായ ഗ്രന്ഥപൂജ നവമിയിലെ പ്രത്യേകതയാണ്. സമസ്ത ലോകങ്ങൾക്കും ശക്തി, ബുദ്ധി, സമ്പദ് സമൃദ്ധിയും വിദ്യാധനവും കരഗതമായിടുവാനായുള്ള വിശേഷാൽ പൂജകൾ കഴിഞ്ഞ് ദശമിയിൽ വിജയദശമി ആചരിക്കുന്നുണ്ട് ഇവിടെ. സകല വിദ്യകളും ദേവതാരൂപത്തിൽ സാന്നിധ്യമാകുന്ന മുഹൂർത്തമാണ് വിജയദശമി നാളിലെ വിദ്യാരംഭ സമയം. ആദ്യാക്ഷരം കുറിക്കുവാൻ അത്യുത്തമമായ ഈ പുണ്യവേളയിൽ ഈ മഹാസന്നിധി അതിശ്രേഷ്ഠരായ ആചാര്യ പ്രവരന്മാരുടെയും അനവധി കുരുന്നുകളുടെയും സാന്നിധ്യം കൊണ്ട് ധന്യമാകുന്നു. എത്രയെത്രയോ മഹാരഥന്മാർ ഈ പവിത്ര സ്ഥാനത്ത് വന്ന് അറിവിന്റെ അനന്തസാഗരം താണ്ടുവാനുള്ള അക്ഷരത്താക്കോലിട്ട് ആദ്യാക്ഷരത്തിന്റെ വാതായനം ദൈവജ്ഞരാകുന്ന കുരുന്നുകൾക്ക് തുറന്നുകൊടുത്തിട്ടുണ്ട്. സുവർണാങ്കുലീയം നറുതേനിൽ മുക്കി ഉണ്ണികളുടെ തിരുനാവുകളിൽ ഹരിശ്രീ കുറിക്കുന്ന ആചാര്യന്മാരുടെ സവിധത്തിൽ അനന്യഭക്തിയുടെ അതിധന്യമായ അടയാളങ്ങൾ പോലെ ആയിരക്കണക്കിന് കുരുന്നുകൾ മോതിര കൈവിരലുകളാൽ ഹരിശ്രീ ഗണപതയെ നമഃ എന്ന് അരിയിൽ എഴുതിക്കുമ്പോൾ വിദ്യയുടെ വിത്തുകൾ ഓരോ കുഞ്ഞിളം മനസ്സിലും മുള പൊട്ടിത്തുടങ്ങുന്നു. ആർഷഭാരത സംസ്കാരത്തിന്റെ മഹനീയമായ മറ്റു സങ്കല്പങ്ങളെപ്പോലെ വിദ്യാരംഭവും ശ്രീ പാമ്പുംകാവിൽ ഒരു നാട്ടു സംസ്കൃതിയുടെ ചിത്രം വരയ്ക്കുന്നു. നിത്യവിസ്മയമായ ഊരാളസ്ഥാനിയ മുത്തശ്ശിയുടെ നിറസാന്നിധ്യം ഈ ശ്രേഷ്ഠമായ ചടങ്ങിലുടനീളം ഉണ്ടാകുമെന്നത് അത്യധികം ശ്രദ്ധേയമാണ്. ഗ്രന്ഥപൂജയ്ക്കും എഴുത്തിനിരുത്തലിനും ശേഷം നാഗസവിധം വക
ബ്രഹ്മി, വിവിധതരം പച്ചമരുന്നുകൾ, ഔഷധക്കൂട്ടുകൾ എന്നിവ സ്വർണത്തോടൊപ്പം അരച്ചു ചേർത്ത് 9 ദിവസം പൂജ ചെയ്ത് തയ്യാറാക്കിയെടുത്ത മഹാസാരസ്വതകൃതം മുത്തശ്ശിയും ആചാര്യനും കൂടി ചേർന്ന് ഭക്തർക്ക് നൽകുന്നു. നന്ദകുമാർ ആദ്യം പരിചയപ്പെട്ട അവസരം ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്ഥലമൊക്കെ അന്വേഷിച്ചു. എവിടെയാ? പാമ്പാടി നാഗരാജ ക്ഷേത്രത്തിൽ ഒരു ദിവസം തൊഴാൻ വരിക എന്ന് പറഞ്ഞു. അത് അന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അടുപ്പിച്ച് എനിക്ക് 3 കൊല്ലം ഈ ആയില്യ മഹോത്സവത്തിന് പങ്കെടുക്കാൻ സാധിച്ചു. അതിൽ ഓരോ അനുഭവങ്ങളും ഉണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴേ എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ മകൻ്റെ സ്ഥാനത്തുള്ളൊരു മനുഷ്യൻ 5 ദിവസമായിട്ട് അൺകോഷ്യസായിട്ട് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ചെറിയൊരു ബൈക്ക് ആക്സിഡൻ്റാണ്, കാര്യമായിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ ഇവിടെ മേശാന്തി ഗോപകുമാറിൻ്റെ അടുത്ത് അവലാതി പറഞ്ഞു. അവൻ്റെ പേരിൽ അർച്ചന ചെയ്യിപ്പിച്ചു. വൈകുന്നേരം ഞാൻ ചെല്ലുമ്പോഴേക്കും അവൻ ഓർമ്മ വന്നിട്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു, അർച്ചനയും ചെയ്തു. എന്നിട്ട് പോയി വന്നു. ഈ ആളെയും കൂട്ടി വരണമെന്ന് അന്ന് എനിക്ക് തോന്നിയതാണ്. അതിപ്പോൾ ഇന്നേ സഹായിച്ചുള്ളൂ. നാഗദേവത വളരെയധികം അനുഗ്രഹിച്ച ഒരു വ്യക്തി. അത് വൃശ്ചികം 1 മുതൽ ധനുമാസം 10-ാം തീയതി വരെയുള്ള 41 വ്രതനാളുകൾ ചേരുന്ന ഒരു മണ്ഡലകാലം പാമ്പുംകാവിൽ ശ്രീ ധർമ്മശാസ്ത്ര പ്രീതിക്കായുള്ള അനേകം ആചരണങ്ങളുടെ കാലമാണ്. മണ്ഡലവ്രതകാലത്തിൽ നിത്യവും പാമ്പാടി പാമ്പുംകാവ് അയ്യപ്പ ഭക്തസംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജന അനുഷ്ഠിക്കുന്നു. ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ദർശനത്തിനായി വ്രതം നോറ്റ് ഭഗവാന്റെ മുദ്ര ധരിച്ച് സ്വാമിമാരാകുന്ന കന്യ അയ്യപ്പന്മാർക്ക് വിത്തളവ് എന്ന പവിത്രമായ ചടങ്ങ് ഇവിടെ നടത്തിവരുന്നുണ്ട്. സ്വാമി ശരണം ശരണമെന്തയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹര സുതനേ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. സ്വാമി ശരണം ശരണമെന്തയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹര സുതനേ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. മണ്ഡലകാല വിശേഷമായി ശാസ്താംപാട്ട് ഈ സന്നിധിയിൽ ഭക്ത്യാദരവോടുകൂടി നടത്തിവരുന്നു. ഒരു വർഷത്തിലൊരിക്കൽ, അതൊരു മേടത്തിലോ ചിങ്ങത്തിലോ, ഭഗവാൻ ശ്രീ ശബരിമല ശാസ്താവിന് പുഷ്പാഭിഷേകം ചെയ്യുവാനായി ശ്രീ പാമ്പാടി പാമ്പുംകാവ് നാഗരാജ സന്നിധിയിൽ നിന്ന് ഒരു പുഷ്പാഭിഷേക യാത്ര എല്ലാ വർഷവും നടത്താറുണ്ട്. വളരെയധികം ആത്മീയ ഔന്നത്യമുള്ളൊരു അസാധാരണമായ ചടങ്ങ് തന്നെയാണ് പുഷ്പാഭിഷേക യാത്ര. വ്രതശുദ്ധിയാർന്ന മനസ്സോടുകൂടി നാടിൻ്റെ നാനാ പ്രദേശത്തു നിന്നും ഭക്തർ അഭിഷേകത്തിനുള്ള പുഷ്പങ്ങൾ സമൃദ്ധിയായി ശേഖരിച്ചു കൊണ്ടുവന്ന് നാഗരാജാവിൻ്റെ തിരുമുമ്പിൽ വെച്ച് ആദരണീയ മേൽശാന്തിയും ട്രസ്റ്റിയും മറ്റുള്ളവരും ചേർന്ന് പരിശുദ്ധമായ പൂക്കൂടകളിലും പുഷ്പഭാണ്ഡങ്ങളിലും നിറച്ചുവെക്കുന്നു. ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ ദിവ്യാന്തരീക്ഷത്തിൽ ശ്രീ പാമ്പാടി പാമ്പുംകാവിൻ്റെ നാമം മുദ്രണം ചെയ്തിട്ടുള്ള മേലാടയണിഞ്ഞ് കാവ്യമുണ്ടുടുത്ത അയ്യപ്പ ഭക്തന്മാർ, ഊരാളന്മാരും പരിചാരകരും ശ്രീ നാഗരാജാവിൻ്റെ സേവകരായ എല്ലാവരും ചേർന്ന്
ശാസ്താ സന്നിധിയിലേക്ക് യാത്ര തിരിക്കും. പാപനാശിനിയാം പമ്പയിൽ അധികാലി നീരാടി നിർമ്മല മനസ്സോടുകൂടി സർവ്വരോഗനിവാരണിയായ നാഗരാജ വിഭൂതി അണിഞ്ഞ് പ്രാർത്ഥനകളോടെ പുഷ്പക്കെട്ടുകൾ ശിരസ്സിലേന്തി തീർത്ഥാടക സംഘം മലയാത്രയാരംഭിക്കും. വിഘ്നഹന്താവാകുന്ന ശ്രീ കന്നിമൂല ഗണപതി ഭഗവാനെ സകലരും പ്രണമിച്ചാണ് യാത്ര തുടങ്ങുന്നത്. താമരമുട്ടുകൾ താലത്തിൽ കതിർക്കൂടുകളുമായി ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ച് സർവമംഗളങ്ങളെയും ഭവിച്ചിടാൻ ഭജിച്ച് തൊഴുത് നാളികേരങ്ങൾ ഉടച്ച് വിഘ്നങ്ങൾ തീർത്ത് അനന്തരം ആത്മസ്വരൂപനാം ശ്രീ രാമസ്വാമിയെയും ശ്രീ ഹനുമൻ സ്വാമിയെയും മാതാ ശ്രീ പാർവതീദേവിയെയും തൊഴുത് പ്രണമിച്ച് നീലിമല കയറ്റം ആരംഭിക്കുന്നു. നെഞ്ചിൽ ശ്രീധർമ്മശാസ്താവിനെ കുടിയിരുത്തി താളാത്മകമായി ശരണം വിളിച്ച് പാദങ്ങൾ നീട്ടി നീലിമല കയറുന്ന പാമ്പാടി സംഘത്തോടൊപ്പം 10,000-കണക്കിന് ഭക്തരും പങ്കുചേരും. ചേതോകരമായ കാനന സൗന്ദര്യം അതിൻ്റെ തനിമയാർന്ന മരതകപ്പച്ചയിൽ ദൃശ്യമാകുന്നതും യഥാർത്ഥ ശക്തിയും ആനന്ദവും പകരുന്ന ആത്മീയ ബോധത്തോടുകൂടിയ ശരണം വിളിയുടെ വീര്യം നൽകിയിടുന്നതുമായ നിമിഷങ്ങളിലൂടെ ഒരു പുഷ്പാഭിഷേക ഘോഷയാത്ര. കാനനവാസ കലിയുഗവരദ കാനനവാസ കലിയുഗവരദ കാൽത്തളിരിന് കൈ തൊഴുന്നേ കാൽത്തളിരിന് കൈ തൊഴുന്നേ നിൻ കേശാദിപാദം തൊഴുന്നേ കാനനവാസ കലിയുഗവരദ കാനനവാസ കലിയുഗവരദ കാൽത്തളിരിന് കൈ തൊഴുന്നേ കാൽത്തളിരിന് കൈ തൊഴുന്നേ നിൻ കേശാദിപാദം തൊഴുന്നേ കാനനവാസ കലിയുഗവരദ